കാത്തിരുന്ന് കിട്ടിയ വണ്ടി, മുറിച്ചാൽ മുറിവിടുന്ന വണ്ടി, കുറേ കാലം കൊണ്ടുനടക്കാവുന്ന, നമ്മുടെ കൂടെ ഏജ് ചെയ്യുന്ന, ജീവിതകാലം മുഴുവൻ യൂസ് ചെയ്യാവുന്ന ഒരു വലിയ SUV. ലോകത്തിലെ വാഹന പ്രേമികൾക്ക് പേര് കേട്ട മനസ്സിലാവുന്ന അപൂർവം ചില വണ്ടികളല്ല, കുറേ വണ്ടികളുണ്ട്. അതിൽ പക്ഷേ രാജാവായി നിൽക്കുന്ന ഒരു വണ്ടി ഏതെന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് LC എന്ന് വിളിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാൻഡ് ക്രൂസർ ഏതാ? ഇത് ലാൻഡ് ക്രൂസറിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ്. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന, അതുപോലെ കാത്തിരുന്ന് കിട്ടിയ മുതലെന്നൊക്കെ പറയാം. 2021 വന്നിട്ട് 2022 ബുക്കിംഗ് ഇന്ത്യയിൽ എടുത്തു തുടങ്ങിയിട്ട് ഇവിടെ ഈ 2020 നമ്മൾ നിൽക്കുമ്പോൾ ഈ വണ്ടി എൻ്റെ കയ്യിൽ നിൽക്കുന്നത് കൈരളി ഫോർഡാണ്. കൈരളി ഫോർഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കൈരളി ടൊയോട്ട എന്നാണ്. ഓക്കെ, അപ്പോൾ വണ്ടി പ്രാന്തിൻ്റെ പുതിയ വീഡിയോയിലെ സ്വാഗതം. നമുക്കിന്ന് ലാൻഡ് ക്രൂസർ അഥവാ LC 300 അല്ലെങ്കിൽ J300 എന്ന് പറയുന്ന ഈ വണ്ടിയെ വിശദമായി തന്നെ പരിചയപ്പെടാം. ഇത് GR സ്പോർട്ടാണ്. 1950കളിൽ തുടങ്ങിയിട്ട് ജീപ്പുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ പേര് മാറ്റേണ്ടി വന്നിട്ട് 2025 ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വണ്ടികളിൽ കുറേ ലാൻഡ് ക്രൂസർ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ട ലാൻഡ് ക്രൂസർ എന്ന് പറയുന്നത് LC 200 ആയിരുന്നു. അതിനു മുമ്പ് LC 200 പറയാൻ നമുക്ക് വേറെ കാര്യം പറയാം, സീരീസ് 80 എന്ന് പറയാം. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഇത് ഓടിച്ചിട്ട് ഇത് ആ ഒരു വണ്ടിയെ കവർ ചെയ്യുന്നുണ്ടോ, അതായത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യത്തിൽ കവർ ചെയ്യേണ്ട നോക്കണം. അതായത് V8 ആയിരുന്നു കഴിഞ്ഞ മോഡൽ, ഇത് V6 ആണ്. ഓക്കെ, ഇന്ത്യയിൽ ഉള്ള ഒരു പവർ ട്രെയിനാണ്, അത് 3.3 ലിറ്റർ V6 ഡീസലാണ്. പുറത്ത് പെട്രോളൊക്കെ ഉണ്ട്. പിന്നെ അമേരിക്കയിൽ കൗതുകം പറഞ്ഞാൽ അമേരിക്കയിൽ ശരിക്കും പറഞ്ഞാൽ ലാൻഡ് ക്രൂസർ അല്ല, അവർ പ്രാഡോ ആണ് ലാൻഡ് ക്രൂസർ, കുട്ടി ആയിട്ടുള്ള പ്രാഡോ ആണ് ലാൻഡ് ക്രൂസറായിട്ട് വിൽക്കുന്നത്. അതിന് അവിടെ 4 സിലിണ്ടർ ഹൈബ്രിഡൊക്കെ ഉണ്ട്, അന്നേരം ഇന്ത്യ വന്നിട്ടില്ല. അപ്പോൾ ബേബി ലാൻഡ് ക്രൂസറാണ് പ്രാഡോ. അപ്പോൾ നമ്മൾ സിനിമ പ്രേമികളാണ്, നമ്മൾ സിനിമ കാണാറുണ്ട്, അല്ലെങ്കിൽ സിനിമയിലെ വണ്ടികൾ നോക്കാറുണ്ട്. ഇപ്പോൾ ഈയിടെ നടന്ന ഭൂട്ടാൻ പ്രശ്നത്തിൽ നമുക്ക് കണ്ട വണ്ടികളിൽ പലതും ലാൻഡ് ക്രൂസറുകളാണ്, അതായത് ലോകത്തെമ്പാടുമുള്ളൊരു വണ്ടിയാണിത്. എന്തായാലും ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. GR സ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എഞ്ചിൻ റൂം എന്ന് പറഞ്ഞ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം വണ്ടിയുടെ രൂപ കാര്യങ്ങളിലേക്ക് പോയിട്ട് അകത്ത കാര്യം പറഞ്ഞിട്ട് വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കാം. ഇത് LC 300 GR സ്പോർട്ടാണ്. എന്താണ് GR സ്പോർട്ട്? ഒരു മൈറ്റിയായ വണ്ടിക്ക് ഒരു മൈറ്റിയായ എഞ്ചിൻ വേണം നമ്മൾ പറയും. V8 എന്ന് പറയുന്നത് LC 200 പ്രത്യേകതയായിരുന്നു. ഓക്കെ, ഇത് V6 ആണ്. ടു വേ ട്വിൻ ടർബോ, അതായത് ട്വിൻ ടർബോ ഉള്ള ഒരു V6 എഞ്ചിനാണത്. 304-305 HP പവർ എന്ന് പറയുന്നത്. 700 Nm ടോർക്ക് ഉണ്ട്. ഇതിൻ്റെ കൂടെ 4x4 ഹാർഡ്വെയർ ആണ്, 10 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും. രൂപത്തിലേക്ക് വന്ന ഞാൻ പറയാൻ പോകുന്നത് ഇതിന് 2 വേരിയൻ്റ് ഉണ്ട്. ഞാൻ പറയാൻ പോകുന്നത് GR സ്പോർട്ടിൻ്റെ മാത്രം കാര്യങ്ങളാണ്. ഏറെക്കുറെ 2,25,00,000 രൂപയോളം എക്സ്ഷോറൂം പ്രൈസ് വരുന്ന ഈ വണ്ടിയുടെ GR സ്പോർട്ടിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 235 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഈ വണ്ടിയുടെ അപ്രോച്ച് ആംഗിളും ഡിപ്പാച്ചർ ആംഗിളൊക്കെ നല്ലതാണ്. പിന്നെ ടൊയോട്ട എന്ന വെള്ള ലെറ്ററിങ് കാണാം. ഈ വെള്ള ലെറ്ററിങ്ങും ഈ ഗ്രില്ലുമൊക്കെ ഈ GR സ്പോർട്ടിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഒരു കണക്ഷൻ കണ്ടോ, ഈ DRL എന്ന് പറയുന്നത് 3 പോഡുള്ള ഈ DRL ലൈറ്റും അല്ലെങ്കിൽ 3 പോഡുള്ള ഹെഡ് ലാംപ്സും DRLും കൂടി ചേർന്ന ഈ ലൈറ്റിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ലാൻഡ് ക്രൂസറിൻ്റെ ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫിന്നുകളായിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ് കാണാം. ഈ ഒരു എലമെൻറ്റിൽ GRൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ ഇവിടെ റഡാർ കാണാം. ഈ ക്യാമറ 360 ക്യാമറയാണ്. താഴെ ബ്ലാക്ക് ഫിനിഷിംഗ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ബോഡി കളറാണ്. ഇത് അൺപെയിൻറ്റഡ് ആയി തോന്നി എന്നുള്ളത് ലാൻഡ് ക്രൂസറിൻ്റെ പ്രൈസൊക്കെ വെച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ പരാതിയായിട്ട് പറയാം. പക്ഷേ അതൊരു പരാതിയായിട്ട് പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ പറയൂ. പിന്നെ പിയാനോ ബ്ലാക്കിലാണ് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ എലമെൻറ്റ്. മുകളിലായിട്ടൊരു ചെറിയ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. വലിയ ബോണറ്റാണ്. ഈ ബോണറ്റിലെ ക്രീസിങ്ങും കട്ടിങ് എല്ലാം കണ്ടോ. ഇതൊരു വലിയ വണ്ടിയാണ്, ബേസിക്കലി വലിയ വണ്ടിയാണ് ഈ ലാൻഡ് ക്രൂസർ 300 എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഗ്ലാസ് ഏരിയ കാണാം. ഗ്ലാസ് ഏരിയ ക്യാമറ ഉണ്ട്, ഡാഷ് ക്യാമറ ഉണ്ട്. ഇതാണ് വൈപ്പർ ബ്ലേഡുകൾ എന്ന് പറയുന്നത്. അതായത് കാണാൻ ഭംഗിയുള്ള ഒരു മുൻവശമാണ് ഇതിൻ്റെ ഒന്ന് ലളിതമായിട്ട് പറയാം. എനിക്കിഷ്ടപ്പെട്ടു. ഒരിത്തിരി മാൻലിയാണ്. സ്റ്റിൽ LC 200 ലുക്കാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി ഒരു ടൈംലെസ് ആയിട്ട് നിൽക്കാൻ തോന്നുന്നു. ഓക്കെ, ഇവിടെ പാർക്കിംഗ് സെൻസറിൽ കൂടി കാണാം. പിന്നെ ചെറിയ കുഞ്ഞ് ഫോഗ് ലാമ്പാണ്. നമ്മൾ ഈ ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത് ഹൈക്രോസിൽ കണ്ടിട്ട് തോന്നുന്നുണ്ട് അല്ലേ. മുന്നിൽ ക്രോം എലമെൻ്റ് ഉണ്ട്. ഇവിടെ പക്ഷേ ബ്ലാക്കിഷ് ആണ്. ഇതിപ്പോൾ GR സ്പോർട്ടിൻ്റെ പ്രത്യേകത. ഇപ്പോൾ മുകളിലെ ആ ഒരു റൂഫ് റെയിൽ ബ്ലാക്കാണ്, ഡോർ ഹാൻഡിൽസ് ബ്ലാക്കാണ്. ഈ ഒരു സംഗതി കണ്ടോ, ചെറിയ ഒരു വീലാർച്ച് കൊടുത്തിട്ടുണ്ട്. അലോയ് വീലിൻ്റെ ഈ ഫിനിഷ്, ഇതൊരു പൗഡർ കോട്ടർ ഫിനിഷായിട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഇത് GLR 80 ടയേഴ്സാണ്. അത് ഓൾ ടെറൈൻ ടയേഴ്സാണ്. ഈ ടയറിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 265 65 6 15 വീലാട്ടോ. അപ്പോൾ ഇത് ഒരു ഷാസിയൊക്കെ കണ്ടോ. ഈ ഷാസിയുടെ കാര്യം പറയുമ്പോൾ അമേരിക്കയിലെ തന്ത്ര പിക്കപ്പുമായിട്ടാണ്, തന്ത്ര നിങ്ങൾ വിചാരിച്ചോ, ഈ ഷാസിയൊക്കെ ശരിക്കും ഷെയർ ചെയ്യുന്നത്. അതായത് TNGA F പ്ലാറ്റ്ഫോമാണ് തന്ത്രമായിട്ട് ഷെയർ ചെയ്യുന്നു. ഒരു
ബോഡി ഓൺ ഫ്രെയിം നിർമ്മിതിയാണ്, ബോക്സി ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഓക്കെ, ഇതിൻ്റെ ഷാസിയൊക്കെ നല്ല പ്രത്യേകതയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഡോർ ഹാൻഡിലിൻ്റെ അകത്താണ് കൈയിട്ട തുറക്കും, അതായത് ലിക്വിഡ് സെൻസറിൻ്റെ ആവശ്യമില്ല. GR എന്നുള്ള ബാഡ്ജ് ഉണ്ട്. പിന്നെ മിററിൽ ഇവിടെ ആ ഒരു 360 ക്യാമറയുടെ കാര്യം കാണുന്നുണ്ട്. മുന്നിലേക്ക് നോക്കിയാൽ ഇതിൻ്റെ മുന്നിൽ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനാണ്. ഈ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ റോബസ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. ഏത് ടെറൈനിലും എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകുന്ന വണ്ടിയാണിത്. അതായത് മരുഭൂമിയിലാവട്ടെ, ഓഫ് റോഡുകളിലാവട്ടെ, കാട്ടിലാവട്ടെ, പുഴയിലാവട്ടെ, ചളിയിലാവട്ടെ, എങ്ങനെ വേണമെങ്കിൽ ഓടിക്കാവുന്ന വണ്ടിയെന്ന് ലാൻഡ് ക്രൂസറിനെ പറയാം. ഫ്രണ്ട്, ബാക്ക്, സെൻട്രൽ ഡിഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ഈ വണ്ടിയുടെ വീലുകൾ എന്ന് പറയുന്നത് ഓപ്പൺ ഡിഫറൻഷ്യൽ ആയിരിക്കും സാധാ വണ്ടികളുടെ. എന്ന് വെച്ചാൽ ഒരു സൈഡിൽ വീല് ട്രാക്ഷൻ പോയാൽ ആ വീല് കിടന്ന് കറങ്ങും. ഞാൻ പല വീഡിയോയിലും പറഞ്ഞത്, അതായത് കുറച്ച് മടിയനാണ് ഓപ്പൺ ഡിഫ്. ഏത് വീലിലാണോ ലോഡ് കുറവ് ആ വീലിലേക്കാണ് ആ പവർ കൂടുതൽ കൊടുക്കുക. അപ്പോൾ ഡിഫ് ലോക്ക് ചെയ്യുമ്പോൾ രണ്ടും മൂടി ലോക്ക് ചെയ്തിടും, വെൽഡഡ് ഡിഫ് എന്നൊക്കെ പറയും. ലോക്ക് ചെയ്തിട്ട് രണ്ടിലും ഈക്വൽ പവർ കൊടുത്ത് കയറി പോകുന്നുള്ളതാണ്. പിന്നെ മഹീന്ദ്ര സ്കോർപിയോ ടാർ റോക്സിൽ കണ്ടിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ വണ്ടി തിരിക്കുന്നത് വീൽ ലോക്ക് ചെയ്തിട്ട്, അതും ഈ വണ്ടിക്കുണ്ട്. അതായത് ഓഫ് റോഡിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു വണ്ടി എന്നാണ് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. അത് ലാൻഡ് ക്രൂസറിൻ്റെ പ്രത്യേകതയാണ്. LC300 ആയപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അതൊക്കെ കിട്ടി എന്നുള്ളതാണ്. ഈ LC300 GRSന് ഇവിടെ ഒരു കട്ടിങ് പോലെ തോന്നും. ഇതിങ്ങനെ മലത്തിടാൻ പറ്റിയ ആ ഡോറല്ല, അങ്ങനത്തെ ഡോറുള്ള വണ്ടികളുണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ വൈപ്പറുണ്ട്, ഇവിടെ വലിയ സ്പോയിലറുണ്ട്, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ലാൻഡ് ക്രൂസർ ലെറ്ററിങ് ബ്ലാക്കിലാണ്. ഈ റാപ്പ് അറൗണ്ട് ടെയിൽ ലാമ്പ് കാണാൻ ഭംഗി കേട്ടോ. ഇവിടെ കൊടുത്ത ഈ പ്ലാസ്റ്റിക് പീസൊക്കെ പറയുന്നത് കയറ്റി വെക്കാൻ, ഇറക്കി വെക്കാൻ, ലോഡൊക്കെ വയ്ക്കുമ്പോഴേ സ്ക്രാച്ച് ആവാതിരിക്കാനാണ്. ഈ ഗ്രൗണ്ട് ക്ലിയറൻസും ഡിപ്പാച്ചർ ആംഗിളും ശരിക്കും ഇവിടുന്ന് മനസ്സിലാവും. ഒരു സ്പീഡ് പ്ലേറ്റ് പോലെ കൊടുത്ത ഭാഗം കാണാം, സ്പെയർ വീൽ താഴെയായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സസ്പെൻഷൻ ഒന്ന് നേരെ കാണിച്ചേ. വലിയ സോളിഡ് ആക്സിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇത് തുറക്കുമ്പോൾ പവർ ടെയിൽഗേറ്റ് ആണെന്ന് കാണാം. ഈ പവർ ടെയിൽഗേറ്റ് ആണ് എന്ന് പറയുമ്പോഴും ഇവിടെ സ്റ്റെപ്പായിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ കുറവായിട്ട് പറയുന്ന കാര്യമാണ്. ബമ്പിളിരുന്നാലോ. പിന്നെ ഈ ബൂട്ട് ഏരിയ ഹ്യൂജാണ്, വെറും ഹ്യൂജ് അല്ല, മെഗാ ഹ്യൂജാണ്. ഇതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ കാണാം, അതായത് ടൂൾസ് ഉണ്ട്, ജാക്ക് ഉണ്ട്, നല്ല കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഹുക്കെല്ലാം കൊടുത്തിട്ടുണ്ട് കെട്ടി വെക്കാനായിട്ട്. സബ് വൂഫർ കാണാം, ആ സീറ്റുകളൊക്കെ മറച്ചിടാൻ പറ്റും. ഈ പാർസൽ ഷെൽഫ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പുറത്തിട്ടാലേ കാര്യങ്ങൾ ക്ലീനാണ്. ഇനി ഞാൻ ആ സീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്യട്ടെ. ഇവിടുത്തെ നിന്നോ ആ സീറ്റ് ഫോൾഡ് ചെയ്യാന്ന് പറയുമ്പോൾ കണ്ടാ, ഈ സീറ്റുകളൊക്കെ ഫോൾഡ് ചെയ്താൽ 1000 ലിറ്ററിന് പുറത്താണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് എന്നുള്ളതാണ്. പവേഡ് അല്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ വന്ന് മറ്റാൾ പറയും പോലെ നമ്മൾ തന്നെ വന്ന് കഴുകി വെക്കണം. എന്തായാലും ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്താൽ നല്ല സൗകര്യമുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് മാറി എന്നുള്ളതാണ്. ഇവിടെ 2 സ്പീക്കറുകളുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ പവർ ടെയിൽ ഗേറ്റിൻ്റെ ആ ന്യൂമാറ്റിക് സ്ട്രട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഓക്സിലറി പവർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 സൈഡിലായിട്ട് ഓപ്പണിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പോൾ ജാക്ക് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റിലാണ്, ഈ അപ്പുറത്ത് റീലിയും കാര്യങ്ങളാണ്. ഇനി ഈ ജാക്ക് വെച്ച ഈ ഒരു കൺസോൾ തുറന്ന ഈ ഒരു അടപ്പ് കണ്ടോ, അതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസുകളുണ്ട്. എല്ലാം യൂസ്ഫുള്ളാണ്. വളരെ ചെറുത് എന്നാൽ യൂട്ടിലിറ്റേറിയനായിട്ടൊരു വണ്ടിയാണെന്ന് പറയാം. ലൈറ്റ് ഉണ്ട്. ഇനി ഇപ്പുറത്ത് എന്താ നോക്കിയേ, ഇപ്പുറത്ത് റിലേകളും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. ഇതിൽ പക്ഷേ സ്റ്റോറേജ് സ്പേസ് ഇല്ല. ഇനി 3rd റോ സീറ്റുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ, ഇപ്പോൾ 3rd റോ സീറ്റുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ഈ വണ്ടി 5 സീറ്ററാണ്. ഇതിന് 3ാമത്തെ റോ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ കപ്പ് ഹോൾഡറുകൾ വെച്ചിട്ടുണ്ട്, AC വെൻറ്റുകളുണ്ട്, ലൈറ്റുകളുണ്ട്, ഈ ഗ്രാബ് ഹാൻഡുണ്ട്, എല്ലാം ഈ വണ്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വേണമെങ്കിൽ മതി, നിർബന്ധമില്ല. ഇത് സ്പ്ലിറ്റ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. സോഫ്റ്റ് ക്ലോസ്. യെസ്, LC300 എന്ന് പറയുന്നത് സാധാരണക്കാരുടെ വണ്ടിയല്ല. വില കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഒരു വാഹനപ്രേമി ആയാൽ മാത്രമേ മേടിക്കാനുള്ളൂ. കാശിനായിട്ട് കാര്യമില്ല. ഒരു ഓഫ് റോഡ് പ്രേമി ആയിരിക്കണം, ഒരു വാഹനപ്രേമി ആയിരിക്കണം. അല്ലാണ്ട് വലിയ പനോരമിക് സൺറൂഫ് ഇല്ല, അല്ലെങ്കിൽ സീറ്റ് ഫോൾഡ് ചെയ്യാൻ ഇലക്ട്രിക് സ്വിച്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരവിടെ നിൽക്കുള്ളൂ. കാരണം ഇത് ഒരു പ്യൂറിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഓഫ് റോഡ് ആട്ടോ. ഇപ്പോൾ സ്റ്റിയറിംഗിന് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കാണ്. നമുക്ക് ടിൽറ്റും റീച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കാണാം. ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ചെറിയ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗിൻ്റെ മുകളിൽ അഡാസിൻ്റെ കാര്യങ്ങളും മോഡ് മാറ്റാനുള്ള കാര്യങ്ങളും സ്വിച്ചുകൾ കാണാം. പ്രീമിയമാണ്. ഡാഷ്ബോർഡിൻ്റെ ആ ഒരു 2 സ്റ്റെപ്പുകളായിട്ടുള്ള ഡിസൈൻ നോക്കിയേ, ഭംഗിയില്ലേ കാണാനായിട്ട്. സ്ക്രീനും വലിപ്പമുള്ള സ്ക്രീനാണ്. ഇത് നല്ല ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. ഞാൻ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേക്ക് വയർലെസ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണില്ല. ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. എന്നാൽ അത് കൃത്യമായും വൃത്തിയായും വർക്ക് ചെയ്യും ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ആ നാവിഗേഷൻ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കണ്ടോ, നല്ല റെസ്പോൺസീവ് ആണ് ടൊയോട്ട സ്ക്രീൻ എന്ന് പറയുന്നത്. അത് നല്ല കാര്യമായിട്ട് കാണാം. പിന്നെ വോളിയം കൂട്ടാനും വോളിയം കുറയ്ക്കാനും വെച്ചിട്ടുള്ള ഫിസിക്കൽ ബട്ടൺസ്, മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ തന്നെയും ഇതിൻ്റെ ഒരു ഗുണമാണ്. ഇവിടെ ഈ ഒരു കൺസോളിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്, ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഒരു
യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. കാരണം ഈ ടോഗിൾ ബട്ടൺസ് ഉണ്ടല്ലോ, ഈ ടോഗിൾ ബട്ടൺസ് എല്ലാം തന്നെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ സ്വിച്ചുകളുണ്ട്, കുറേ സ്വിച്ചുകളുണ്ട്, ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കുത്തി കയറ്റിയിട്ട് സ്ക്രീനിനകത്ത് കയറ്റിയിട്ട് ഇവിടെ പ്ലെയിൻ ആയിട്ട് വെച്ചിട്ട് എല്ലാം വേണമെങ്കിൽ സ്ക്രീൻ ഓണാക്കി ചെയ്തോന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഈ കാര്യത്തിൽ എന്നുള്ളതാണ്. അതായത് ഈക്കോ, ഹീറ്റ്, കൂള്, ഓഫ്, ഓട്ടോ, പ്രത്യേകിച്ചും ഈ വെന്റിലേറ്റർ സീറ്റും ഹീറ്റർ സീറ്റും ഒക്കെ സ്വിച്ച് ആയിട്ട് തന്നെ വേണമെന്ന് ഞാൻ എപ്പോഴും പറയും. അത് ഇതിനകത്ത് കാണാം. ഈ ടോഗിൾ സ്വിച്ച് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. 4 സോൺ AC ആണ്, ഇതിൽ 2 സോണുകളുണ്ട്. പിന്നെ ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 360 വ്യൂ ക്യാമറയുടെ ഓപ്ഷൻ കാണാം. ഈ 360 വ്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഓക്കെ, ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര ഭീകരമായിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും കാര്യങ്ങൾ നടക്കാവുന്ന ഒരു സ്ക്രീൻ എന്നുള്ള നിലയ്ക്ക് കാണാം. അല്ലെങ്കിൽ നല്ല ക്യാമറയാണെന്ന് കാണാം. ഒരു 10-ൽ 5.5 മാർക്ക് കൊടുക്കാവുന്ന ക്യാമറയാണ്. പിന്നെ താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ ലോക്ക് ചെയ്തിട്ടുള്ള ഇമ്മൊബിലൈസറിൻ്റെ ആ മോഡാണ് കാണാം. ഇവിടെ ഡ്രൈവ് മോഡ് സെലക്ടർ ഉണ്ട്, അത് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ തിരിച്ചിട്ട് നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് മാറ്റാൻ. ക്ലസ്റ്ററിലാണ് ഞാൻ വരാൻ അങ്ങോട്ട്. ഇത് MTS ആണ്, ഇത് DAC ക്രോൾ കൺട്രോളാണ്. ഇപ്പോൾ ക്രോൾ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ വണ്ടി വണ്ടർ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് ചെയ്തോളും. ഈ മോഡ് സെലക്ഷൻ ബട്ടൺ കാണാൻ ഭംഗിയുണ്ട്, ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാൻ ഭംഗിയുണ്ട്. ഈ ഗ്ലോ ബോക്സ് ലോക്കബിൾ ആണ് എന്നുള്ളതാണ്. അതിലും 2 നിലയുണ്ട്, 2 നിലയുള്ള ഗ്ലോ ബോക്സാണ്. ഒരു വലിയ ഓണേഴ്സ് മാനിൽ ആട്ടോട്ടത്തിന് കൊടുത്തത് കണ്ടോ, ലാൻഡ് ക്രൂയിസർ സ്റ്റേഷൻ വാഗൺ. അവർ തന്നെ സ്റ്റേഷൻ വാഗൺ എന്ന് വിളിക്കുന്നത്, SUV എന്നല്ല. അപ്പോൾ ആ സ്റ്റേഷൻ വാഗണിൻ്റെ ഈ ബുക്ക് തന്നെ കണ്ടാൽ നമുക്കറിയാം അതിന് എന്തുമാത്രം പഠിക്കാനുണ്ട്, എന്തുമാത്രം അറിയാനുണ്ട് എന്നുള്ളത്. അത്രയും വലിയ ഒരു ഓണേഴ്സ് മാനിലൂടെ ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ, ഇത് മൾട്ടിമീഡിയ ഓണേഴ്സ് മാനിലാണ്. ഇതിൻ്റെ ആ ഒരു ഓണേഴ്സ് മാനിലും വലുത് തന്നെ കേട്ടോ. ഓരോ കാര്യങ്ങൾ നമുക്ക് കാണാം. ഇതിനകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇവരുടെ ഈ ഒരു വാറൻറ്റി ബുക്ക്ലെറ്റും കാണാം. ഇതൊക്കെ ഈ വണ്ടിക്കകത്തുണ്ട്. ഇത് എല്ലാം തികഞ്ഞൊരു വണ്ടിയാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എല്ലാം കൂടി വന്നിട്ടുള്ള വണ്ടിയാണെന്നാണ്. ഇനി അത് കൂടെ ഈ സ്ക്രീനിൽ സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും കാണാം. ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും കാണാൻ പറയുമ്പോൾ എല്ലാ വണ്ടിക്കുള്ളതാണ്. ഇതിനകത്ത് കൂടെ നമുക്ക് കൈ ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളൊക്കെ ഉള്ള വണ്ടിയാണ്, അഡാസ് ലെവലുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്പേഴ്സ് ഇട്ടുണ്ട് അതിനകത്ത്, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങളതിനകത്ത് തന്നെ കാണാം. അപ്പോൾ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയും അല്ലെങ്കിൽ അതിൻ്റെ അഡാസിൻ്റെ കാര്യങ്ങളും ഏത് മീഡിയമാണ് പ്ലേ ചെയ്യുന്നതെന്നുള്ളതും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നാവിഗേഷൻ മുഴുവനായിട്ട് കാണണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ ആ നാവിഗേഷൻ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നതാണ്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ കാണാം. എനിക്ക് ആ സ്പീഡോമീറ്ററിന് മുകളിൽ കൊടുത്ത ഗിയറിൻ്റെ ഡിസൈൻ, അതായത് ഇതൊരു ഓഫ് റോഡാണല്ലോ, ആ ഗിയറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നല്ല ഒരു തോട്ടായിട്ട് തോന്നി. TPMS പോലുള്ള കാര്യങ്ങൾ, റേഞ്ച്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണാം. ഇതൊക്കെ സാധാ വണ്ടിക്കകത്ത് കാണുന്ന കാര്യങ്ങളാണ്. എനിക്ക് കൗതുകമായിട്ട് എനിക്ക് പറയാനുള്ളത് ആ ഗിയർ കോഗ് പോലെ കൊടുത്തിട്ടുള്ള സ്പീഡോമീറ്ററിൻ്റെ ഡിസ്പ്ലേ ആണ്. അതിനകത്ത് കൊടുത്തിട്ടുള്ള ആ മൾട്ടി ഇൻഫർമേഷൻസും രസമുണ്ട് കാണാനായിട്ട്. ഇനി ഡ്രൈവ് മോഡുകൾ. ഇതിൽ ഡ്രൈവ് മോഡുകൾ രസമാട്ടോ. ഇപ്പോൾ കസ്റ്റം, സ്പോർട്ട് S, നോർമൽ, കംഫർട്ട്, ഈക്കോ. കസ്റ്റം എന്ന് പറഞ്ഞ ബട്ടണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാം. എന്ത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അത് സ്ക്രീനിലാണ് ചെയ്യുക. അപ്പോൾ സ്ക്രീനിലേക്ക് വരണം. സ്ക്രീനിലേക്ക് വന്നിട്ട് നമ്മളിവിടെ വെഹിക്കിൾ സെറ്റിങ്സ് എടുത്തു. ഈ വെഹിക്കിൾ സെറ്റിങ്സ് എടുത്തിട്ട് കസ്റ്റമൈസ് എന്ന ഓപ്ഷനിൽ ഇപ്പോൾ ഡ്രൈവ് മോഡുകളുണ്ടല്ലോ, കസ്റ്റം ഡ്രൈവ് മോഡ്, അതിനകത്ത് പവർ ട്രെയിൻ എന്ത് വേണം, പവർ വേണോ, ഈക്കോ വേണോ, നോർമൽ വേണോ, ഓക്കെ. എനിക്ക് സസ്പെൻഷൻ എന്താ, സ്പോർട്ട് വേണോ, നോർമലോ, കംഫർട്ട് വേണം, ഓക്കെ. അതല്ലെങ്കിൽ സ്റ്റിയറിംഗ് നോർമലാണോ സ്പോർട്ടാണോ, എയർ കണ്ടീഷനിങ് എന്ത് വേണം എന്നുള്ള കാര്യങ്ങളുണ്ട്, ഓക്കെ. ക്ലൈമറ്റ് കാര്യങ്ങളും എല്ലാം കാണാം, ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് കാണുന്ന കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്പിഡ് ആണ്. ഇതിൽ GR സ്പോർട്ടിൻ്റെ ലോഗോ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സ്വിച്ചുകൾ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാക്കുകൾ കാണാം, പക്ഷേ ഇതിന് പാഡ് ഷിഫ്റ്റർ ഇല്ല. ഇവിടെ നോക്കിയേ, ഇനി വലിയ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന കപ്പ് ഹോൾഡറാണ്. ഇതിലെ സൗണ്ട് സിസ്റ്റം നല്ലതാണ്. അപ്പോൾ JBLൻ്റെ ട്വീറ്ററൊക്കെ നമുക്ക് കാണാം, സ്പീക്കേഴ്സ് കാണാം, സബ് വൂഫർ ഞാൻ കാണിച്ചു. പിന്നെ ഈ വണ്ടിക്ക് ഒരു വലിയ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ആംറസ്റ്റ് പ്രത്യേകത ഉണ്ട്, ഇവിടെ നിന്ന് തുറക്കാം, ഇവിടെ നിന്ന് തുറക്കാം. ഇവിടെ കൂൾ ബോക്സ് ആണേ. ഇത് കൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ തണുപ്പിക്കാനും ഉണ്ട് എന്നുള്ളതാണ്. തണുപ്പിച്ച് കൊണ്ടുനടക്കാൻ പറ്റും. ഓഫ് ചെയ്യട്ടെ. ഈ കപ്പ് ഹോൾഡർ വലുതാണ്, ഈ കൺസോൾ മൊത്തത്തിൽ വലുതാണ്. പിന്നെ ഇതിന് മെമ്മറി ഉള്ള വണ്ടിയാണ്, മെമ്മറി സീറ്റ്സ് ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സീറ്റിൻ്റെ ഒരു സെറ്റിങ്സ് നമുക്ക് മെമ്മറി ആയിട്ട് കാണാൻ പറ്റും. ഈ സീറ്റിൻ്റെ കളർ നോക്കിയേ, ഇത് GR സ്പോർട്ടിൻ്റെ ഓപ്ഷനാണ്. 2 കളറുകളിൽ സീറ്റ് വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഓണർ അല്ലെങ്കിൽ കൈരളി ഫോർഡ് തീരുമാനിച്ചത്, കൈരളി ഫോർഡ് എന്നാണ് വീണ്ടും പറയുന്നത്, കൈരളി ടൊയോട്ട തീരുമാനിച്ചത് റെഡ് സ്റ്റിച്ചിങ്ങുള്ള സീറ്റ് വേണമെന്നാണ്. ആ സീറ്റിൻ്റെ ഒരു കാര്യം കാണാം, ലെതർ സീറ്റ്സാണ്. ഈ ഹാൻഡിലുകളൊക്കെ ഒരു ഓഫ് റോഡറാണ്. പിന്നെ സൺറൂഫ് ഉണ്ട്, പനോരമിക് അല്ലെങ്കിൽ കൂടി. ഇവിടെ SOS ബട്ടണും ലൈറ്റുകളുടെ ബട്ടണും കാണാം. ബ്ലാക്കാണ് ഹെഡ്ലൈനർ. മാത്രമല്ല ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മിറർ ഇലക്ട്രോണിക്കലി ഡിം ചെയ്യുന്ന മിററാണ്. അതിന് ബസ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാലും കാണാൻ ഭംഗിയുണ്ട്. ഇരിക്കുമ്പോൾ ബോണറ്റ് കണ്ടുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. കാര്യമായിട്ട് ഗുണമായിട്ട് പറയാം. ഡ്രൈവ് മോഡ് സെലക്ട് സർക്കുലർ ബട്ടണാണ്. പിന്നെ MTS മൾട്ടി ടൈം സെലക്റ്റും DAC ക്രൗള്, അത് ഓഫ് റോഡിൻ്റെ ആണ്. പിന്നെ ഓഫ് റോഡ് സെലക്ട് കാണാം, H4, L4, ഡിഫ്ലോക്ക് കാണാം. അതുകൂടാതെ ഗിയർ ലിവറിൻ്റെ ആ ഒരു കാര്യം, പാർക്ക് ബ്രേക്കും അതുപോലെ വയർലെസ് ചാർജിംഗ് പാടും കാണാം. ലാൻഡ് ക്രൂയിസർ ബാഡ്ജിങ് ഉള്ള സീൽ പ്ലേറ്റ്, പിന്നെ ബ്രേക്ക് പെഡൽ, ആ ത്രോട്ടിൽ പെഡൽ, ഡെഡ് പെഡൽ, ഇത്രയും കാര്യങ്ങളോടെ കാണാം.
ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഓഫ് റോഡ് വണ്ടിക്ക് ഒന്ന് നിലയ്ക്ക് കണ്ടാൽ മതി. കാരണം ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിക്ക് കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക് കുഴപ്പമില്ല. ഇവിടെ ഒരു ഹോൾഡർ ഉണ്ട്, അത് കാർഡ് ഹോൾഡറായിട്ട് കണ്ടാൽ മതി. ഇവിടെ ഓട്ടോ ഹെഡ് ലാമ്പ്സിൻ്റെ വാഷർ ഉണ്ട്. ഇത് ESP ആണ്. ഇവിടെ നമുക്ക് ആ ഫ്യൂൽ ഓപ്പണിംഗ് കാണാം. ഇത് നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. ഈ ലിവർ പിടിച്ച് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. സ്റ്റെപ്പ് ചവിട്ടി വേണം ഇറങ്ങാൻ. നല്ല ദൂരമുണ്ട്. ഇവിടെ നോക്കിയാൽ ഈ സ്വിച്ചുകളൊക്കെ ചെരിച്ച് വെച്ചേക്കുന്നത് നമ്മൾ ഹൈ ക്രോസിൽ കണ്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. ഇവിടെ ഒരു ഫേക്ക് വുഡ് ഇൻസെറ്റ് കൊടുത്തിട്ടുണ്ട്. ലെതർ റാപ്പിംഗ് ഉണ്ട്. വലിയ ബോട്ടിൽ ഹോൾഡറാണ്. പഡിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡിലിൻ്റെ കളർ കൊള്ളാം, അല്ലെങ്കിൽ ഇതിൻ്റെ അലുമിനിയം ഫിനിഷ് കൊള്ളാം. 2, 3, 1 സെറ്റ് ചെയ്യാനുള്ള മെമ്മറിയാണ്. പിന്നെ എല്ലാ വിൻഡോയും ഓട്ടോ ഡൗൺ അപ്പാണെന്നുള്ളതാണ്. അത് പറയണ്ടേ. ഇതൊക്കെ പോട്ടെ. ഈ വണ്ടിയുടെ കീ എന്താണ്? കീ എങ്ങനെയുണ്ട്? ഈ GR സ്പോർട്ടിൻ്റെ കീ എന്ന് പറയുന്നത് GR എന്ന് എഴുതിയിട്ടുള്ള ഈ കീ ആണ്. ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഓപ്പണുള്ള ഈ കീ കണ്ടോ, ടൊയോട്ട ലോക്കുള്ള ഇതാണ് GR സ്പോർട്ടിൻ്റെ കീ എന്നുള്ളതാണ്. പിന്നിലേക്ക് കയറാനും സ്റ്റെപ്പ് ചവിട്ടണം, സ്വാഭാവികം. ഞാനിവിടെ കയറി ഇരുന്ന് കഴിയുമ്പോൾ ഈ സീറ്റിൻ്റെ ഒരു കാര്യം കാണാം. അത് റിക്ലൈൻ ചെയ്യാവുന്ന സീറ്റാണ്. അതായത് റിക്ലൈൻ ചെയ്തിരിക്കാവുന്ന ഒരു സീറ്റ് എന്നുള്ള കാര്യമുണ്ട്. റിക്ലൈനും ഫോൾഡൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ആംബ്രസ്റ്റ് ഉണ്ട്. ഈ ആംബ്രസ്റ്റിനകത്ത് വളരെ നൈസായിട്ടുള്ള 2 കപ്പ് ഹോൾഡർ കാണാം. ഈ 2 കപ്പ് ഹോൾഡർ അടച്ചു വയ്ക്കാൻ പറ്റും. ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഫോൾഡ് ചെയ്യാം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇത് മടക്കി വെക്കാമെന്ന് പറഞ്ഞു. ലിവറൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ലിവറാട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് കണ്ടോ, ഇത്രയും ഞാൻ ചെരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഓട്ടോ AC തന്നെയാണ്. 4 സോൺ ഓട്ടോ AC ആണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ കാണാം. ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. AC വെൻ്റൊക്കെ വലുതാണ്. ഇതിൻ്റെ കാര്യത്തിൽ എല്ലാം വലുതാണ്. ഇപ്പോൾ ചാർജിങ് പോർട്ട്, C പോർട്ടുകൾ, കൂടാതെ HDMI പോർട്ട്, അത് ഈ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഓക്സ് പോർട്ടുണ്ട്. ഒരു ചെറിയ ഹമ്പ് കാണാം. ഓക്കെ, സാധാരണ ചേസിലുള്ള വണ്ടി ഹമ്പ് ഉണ്ടാവാറില്ല. അവിടെ ഹമ്പുണ്ട്. അത് സ്വാഭാവികമായിട്ട് കാര്യമായിട്ട് കാണാം. പിന്നെ ചൈൽഡ് സീറ്റ് ടെതറുകളും ഈ സീറ്റിൻ്റെ ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. ഇരിക്കാൻ സുഖമുള്ളൊരു സീറ്റാണ്. ഹെഡ് റൂം, ലെഗ് റൂം, നീ റൂം എല്ലാം പെർഫെക്റ്റായിട്ട് ഉണ്ട് എന്ന് പറയാം. ഇതാണ് സ്ക്രീൻ. 2 സ്ക്രീനുകളുണ്ട്. ഈ സ്ക്രീനിൻ്റെ മെനു എന്ന് പറയുമ്പോൾ FM, AM, ബ്ലൂടൂത്ത്, റിയർ മിറ കാസ്റ്റ്, റിയർ HDMI അവിടെ കാണിക്കാം. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഈ ഓക്സ് കുത്തിയിട്ടോ നമുക്ക് ഇതിനകത്ത് പ്ലേ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാം. HDMI കുത്തിയിട്ട് അങ്ങോട്ടും കൊടുക്കാം. ഇവിടെ പ്രസ് ചെയ്തിട്ട് അകത്തുനിന്ന് തുറക്കാനുള്ള ഓപ്ഷൻ കൂടി ഗ്ലൗ ബോക്സ് ഉണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുക, തുറക്കണം, ഡ്രൈവറെ വിളിക്കണ്ട, നമുക്ക് തുറക്കാം. കണ്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ്. അതായത് നല്ല സോളിഡ് ഫീൽ ഉണ്ട് ഈ സംഭവത്തിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നിലെ ഡോറിലും ആ ഫേക്ക് വുഡൻ ആക്സെൻറ്റും JBLൻ്റെ ട്വീറ്ററും എല്ലാം കാണാം. താഴെ നോക്കിയാൽ ആ സ്പീക്കർ കണ്ടോ. പിന്നെ വലിയ ബോട്ടിൽ ഹോൾഡറും കാണുന്നുണ്ട്. ഈ ക്യാബിൻ ലൈറ്റും LED ആണ്. ഇവിടെ ബ്ലാക്ക് ആയതുകൊണ്ടേ അതിനകത്ത് ഇരിക്കുമ്പോൾ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫീൽ കൂട്ടാൻ ഈ ബ്ലാക്ക് സഹായിച്ചു എന്ന് തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നി പറയൂ. എനിക്ക് ഈ ചുവന്ന സീറ്റ് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ റെഡ് സീറ്റ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താണ് ചോയ്സ്? ബ്ലാക്ക് ആണോ ഇതാണോ? ലോകത്തിലെ ഓഫ് റോഡ് എന്തൂസിയാസ്റ്റുകളുടെ പ്രിയപ്പെട്ട വണ്ടിയാണിത്. ഓക്കെ, ഇത് CBU റൂട്ടിൽ വരുന്ന കംപ്ലീറ്റ് ബിൽറ്റ് യൂണിറ്റ് എന്ന് വെച്ചാൽ കപ്പൽ കയറി വരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ കാത്തിരുന്ന് കിടന്ന വണ്ടി എന്നുള്ളത് മുറിച്ചിട്ടാൽ മുറി കൂടുന്ന വണ്ടി എന്നുള്ളതാണ്. അത് അങ്ങനെ പറയാം. അതെ, മുറിച്ചിട്ടാൽ മുറി കൂടുന്ന വണ്ടി എന്നുള്ളതാണ്. ടൊയോട്ട റിലയബിലിറ്റി കാര്യമായിട്ട് കാണാം. ഡീസൽ എഞ്ചിൻ കാണാം. നമുക്ക് ഇന്ത്യയിൽ ZX എന്നും GR സ്പോർട്ടിന് 2 വേരിയൻ്റ് ഉണ്ടെങ്കിലും ഇതിന് പെട്രോൾ വേരിയൻ്റ് ഇവിടെ ഇല്ല. വെബ്സൈറ്റിലില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ വരുത്താൻ പറ്റുമായിരിക്കും. അത് കരളി ഫോർഡിൽ നിങ്ങൾ വീണ്ടും കരളി ടൊയോട്ടയിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, കുറച്ച് കൗതുകങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് വണ്ടി റോഡിലെടുത്ത് ഓടിക്കാം. ഈ കൗതുകങ്ങളൊന്നെന്ന് പറയുന്നത് ഹെഡ് ലാമ്പ് വാഷർ ഉണ്ടെന്നുള്ളതാണ്. ഇത് LED ഹെഡ് ലാമ്പ്സാണ്. LED ഹെഡ് ലാമ്പ്സിന് ഹെഡ് ലാമ്പ് വാഷർ ഉണ്ട് കേട്ടോ. അടുത്തൊരു കൗതുകം എന്ന് പറയുന്നത് വിൻഡോയിലും ഡീഫോഗർ ഉണ്ടെന്നുള്ളതാണ്. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ ഈ ടയർ നോക്കിയേ. ഈ ടയറിലൊരു മിന്നൽ മുരളിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് GRS? അത് പറയണ്ടേ. ടൊയോട്ട ഗാസു റേസിംഗ്, അത് ടൊയോട്ടയുടെ മോട്ടോർ സ്പോർട്ട് ഡിവിഷനാണ്. അതിന് TGR എന്നും പറയും, ടൊയോട്ട GR എന്നും പറയും. ഓക്കെ, ഇത് അവരുടെ ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിന് 2 കളർ ഓപ്ഷൻസ് ഇൻറ്റീരിയർ, ബ്ലാക്കും റെഡും. പിന്നെ സാധാരണ വണ്ടികളെ പോലെ പാർക്കിലിട്ടാൽ അപ്പോൾ തന്നെ പാർക്ക് ബ്രേക്ക് എൻഗേജ് ആവുന്നില്ല കേട്ടോ. എനിക്ക് ഓഫ് റോഡർ ആയതുകൊണ്ടേ കൂടെ നടക്കാനൊക്കെ വേണ്ടി ആയിരിക്കണം അത്. 1950 മുതൽ, എക്സാക്ട്ലി പറഞ്ഞ 51 മുതൽ വാഹനപ്രേമികളുടെ ഒരു ഇഷ്ട വണ്ടി എന്ന് പറയുന്ന വണ്ടിയാണ് ലാൻഡ് ക്രൂസർ. എൻ്റെ ഫേവറേറ്റ് സീരീസ് ആയത് വെച്ചാൽ ഞാൻ പറയും 80 സീരീസാണ് പറയും. പിന്നെ 100 സീരീസും കുഴപ്പമുണ്ടായില്ല. ഈവൻ 200 എനിക്ക് ഇഷ്ടമായിരുന്നു. ഈ വണ്ടി എന്ന് പറയുമ്പോൾ 300 ആണ്. J300 എന്നാണ് എൻ്റെ കോഡ് നെയിം എന്ന് പറയുന്നത്. J എന്ന് പറയുന്നത് തെറ്റിയിരിക്കേണ്ട, ജീപ്പ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഓഫ് റോഡും ലോകത്തുണ്ടാകുന്ന ജീപ്പ് എന്നാണ്. അതിലൊന്നായിട്ട് ലാൻഡ് ക്രൂസറിനെയും കാണാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗാസു റേസിംഗ് സ്പോർട്ട് എന്ന് പറയുന്ന GR സ്പോർട്ടാണത്. ടോപ്പ് എൻഡ് മോഡൽ. ഏറെക്കുറെ 2,25,00,000 രൂപയോളം വിലയുള്ളൊരു വണ്ടിയാണ്. എക്സ്ഷോറൂം പ്രൈസാണ്. അത് ഓൺ റോഡ് വരുമ്പോൾ കേരളത്തിൽ ടാക്സ് കൂട്ടി നോക്കോ. അപ്പോൾ ഈ വണ്ടിയുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഓഫ് റോഡ് കാപ്പബിലിറ്റിയാണ്. 235 മില്ലിമീറ്ററോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഫ്രണ്ട്, ബാക്ക്,
സെൻറ്റർ ഡിഫുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഓഫ് റോഡിലാണ് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറയും. പക്ഷേ ലക്ഷറി കാർ വാങ്ങിയിട്ട് അങ്ങനെ ആളുകൾ ഓഫ് റോഡ് പോകില്ല, ഇത് റോഡ് കൂടെയാണ് ആളുകൾ കൂടുതൽ ഓടിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 304 HP 700 Nm അതാണ് സ്പെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, V6 ആണ് പണ്ട്, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ മോഡലായിട്ടുള്ള LC 200 എന്ന് പറയുന്ന J200 എന്ന് പറഞ്ഞ മോഡലിന് V8 ആയിരുന്നു. ഇന്ത്യയിൽ പെട്രോൾ ഇല്ല, ഇന്ത്യയിൽ ഡീസൽ മാത്രമേ. പക്ഷേ ഗ്ലോബലി ഈ വണ്ടിക്ക് പെട്രോളും ഡീസലും ഉണ്ട്. ഈ വണ്ടി ഓടിക്കാനായിട്ട് നല്ല രസമാണ്. ഇതിന് 10 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. ഇതിനൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, പാഡ് ഷിഫ്റ്റർ ഇല്ല എന്നുള്ളതാണ്. മാനുവൽ മോഡിൽ നമ്മൾ ഓടിക്കണമെങ്കിൽ ലിവർ തന്നെ ഓടിക്കണം. കണ്ടോ, സ്കേറ്റ് ചെയ്ത് പോകുന്നു പിള്ളേർ. ഇതിപ്പോൾ ആ ഒഴിഞ്ഞു കിടക്കുന്ന റോട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഹൈവേയിലേക്കൊക്കെ വന്നിട്ട് ഇപ്പോൾ രാവിലെ വേണ്ട സീനില്ല. പക്ഷേ റിസ്ക് ആണ് നമ്മൾ ഓടിക്കുമ്പോൾ, സൂക്ഷിക്കണം. കാരണം കുട്ടികൾ പോകുന്നു, സ്കൂട്ടറുണ്ട്, പഠിക്കുന്നതാണ്. എന്തായാലും സ്കേറ്റിംഗ് നടക്കട്ടെ. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 10 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് എന്നുള്ളതാണ്. 10 സ്പീഡ് ഓട്ടോമാറ്റിക്. ഈ 10 സ്പീഡ് ഓട്ടോമാറ്റിക്കിൻ്റെ ഷിഫ്റ്റിംഗ് പോയിൻ്റൊക്കെ നല്ലതാണ്, വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ നമ്മൾ സ്പോർട്സ് കാറായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടികളായിട്ടോ കമ്പയർ ചെയ്യുന്നില്ല. ഒരു SUV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഒരു വലിയ SUV, ഒരു മമത്തായിട്ടുള്ള SUV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷിഫ്റ്റിംഗ് പോയിൻ്റൊക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇവരെ ഓട്ടേക്കണെങ്കിൽ കാല് കൊടുത്താൽ വണ്ടി അങ്ങ് പാഞ്ഞ് കയറി പോകുമെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നെന്ന് പറയുന്നത് മോഡുകളാണ്, ഡ്രൈവ് മോഡുകളാണ്. ഇഷ്ടംപോലെ ഡ്രൈവ് മോഡുകളുണ്ട്. ഇപ്പോൾ സ്പോർട്ട് S പ്ലസ് മോഡുകളുണ്ട്. അപ്പോൾ നോർമലും കംഫർട്ട് മോഡൊക്കെ മതി നമ്മുടെ റോഡിൽ ഓടിക്കാനായിട്ട്. നമ്മളെന്തായാലും സ്പോർട്ട് S ഒന്നും ഓടിക്കുന്നില്ല. ഇതൊരു വലിയ വണ്ടിയാണ്. അപ്പോൾ ട്രാഫിക്കിലെടുത്ത് ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വണ്ടികളുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ കുറച്ചൊരു നെർവസ്നെസ് ഉണ്ടാവും, പ്രത്യേകിച്ച് വണ്ടി കുറച്ച് വില കൂടിയ വണ്ടി ആകുമ്പോൾ. ഈ വണ്ടി ഓടിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്, നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്. നല്ല സസ്പെൻഷനാണ്, അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് ഉള്ള സസ്പെൻഷനാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് എക്സെപ്ഷണലാണ്. പിന്നെ നമ്മൾ അഡാസ് എന്ന് പറയില്ലേ, ഈ അഡാസ് എന്ന് പറയുന്നത് ഇവർ വിളിക്കുന്നത് ടൊയോട്ട സെൻസ് എന്നാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കകത്തുണ്ട്. അതായത് ഒരുപാട് നമ്മളെ ഓട്ടോമാറ്റിക് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു വലിയ സൈസും ഇതിൻ്റെ രൂപഭംഗി മാത്രമല്ല, ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയും അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രൈവബിലിറ്റി ഒക്കെ തന്നെയാണ്. ഇത് ഗിയർ ബോക്സിൻ്റെ 10 സ്പീഡ് ഗിയർ ബോക്സ് ഇപ്പോൾ എൻഡോറിലൊക്കെ കണ്ട പോലെ നമുക്ക് ലിമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ കണ്ടില്ല. ഓക്കെ, പക്ഷേ എന്നാലും കാല് കൊടുത്താൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നതും ആ കിക്ക് ഡൗൺ ഫീലും ഒക്കെ ഈ വണ്ടിക്ക് നല്ല ഫീലും ഫണ്ണും തരുന്നുണ്ട്. ഏറെക്കുറെ 4000 RPM മുകളിലേക്കൊക്കെ റെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. അത് സാധാരണ ഡീസലിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഈ 3.3 ലിറ്റർ V6 എന്ന് പറയുന്നത് നല്ല ഡ്രൈവബിൾ ആണെന്നുള്ളതാണ്. നല്ല ഡ്രൈവബിളാന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയാൻ പറ്റുക, ഡ്രൈവബിലിറ്റിയുടെ ഒരു രസമുണ്ടെന്നുള്ളതാണ്. പഴയ ഒരു LC 200 എന്ന് പറയുന്നത് അതിന് ബ്രേക്കിന് ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ഫെയ്ഡ് ആവുന്നു എന്നുള്ളതും ബ്രേക്കുമായിട്ട് വണ്ടി കയ്യിൽ നിൽക്കില്ലാത്ത പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും നമുക്ക് പറയാനില്ല. അതായത് അവർ അപ്ഡേറ്റ് ചെയ്തു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, 2021 ലോഞ്ച് കിട്ടി, ഇന്ത്യയിൽ 2022 ബുക്കിംഗ് തുടങ്ങിയിട്ട് 2025 കൈ കിട്ടിയ വണ്ടിയാണ്. മുറിച്ചിട്ട മുറി കൂടുന്ന ടൊയോട്ട എന്ന് വിളിക്കുന്ന ഒരു വണ്ടിയില്ലേ, അത് ലാൻഡ് ക്രൂസറാണ്. ആ ലാൻഡ് ക്രൂസറിൻ്റെ ഒരു പുതിയ മോഡൽ, അതായത് LC 300 എന്ന് പറഞ്ഞ ഈ വണ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും വന്നിട്ട് നമുക്കറിയാം, ജീപ്പായിട്ടുള്ള വണ്ടി മാറി ആ ഒരു ലക്ഷറിയസ് ആയി. കഴിഞ്ഞ മോഡൽ ലക്ഷറിയസ് ആയിരുന്നു 200 എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി ലക്ഷറിയസ് ആണ്. അപ്പോൾ വണ്ടിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കണ്ടു വരുമ്പോൾ ഇത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശരിക്കും ഒരു വലിയ ഫാമിലി SUV എന്ന നിലയ്ക്കാണ്. ഓഫ് റോഡാണെന്ന് പറയുമെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഫ്രണ്ട് റിയർ സെൻട്രൽ ടിഫൊക്കെ ഉപയോഗിച്ചത് ഓഫ് റോഡിലേക്ക് ഇറക്കാൻ അത്ര മാത്രം ആളുകൾ ചെയ്യുന്നു. പക്ഷേ ചെയ്യുന്ന ആൾക്കാരുടെ എന്തൂസിയാസ്റ്റും. കാരണം വണ്ടികളുടെ ഒരു പ്രേമം എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രേമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ലാൻഡ് ക്രൂസർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡിഫൻഡർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടിക്കൊക്കെ ഒരു ഫാൻ ബേസ് ഉണ്ട്. ഇത് ശരിക്കും ദുബായിലൊക്കെ മുട്ടി നിൽക്കുന്നത് നിസാൻ അല്ലെങ്കിൽ നിസാൻ്റെ പട്രോൾ പോലുള്ള വണ്ടികളാണ്. ഇന്ത്യയിൽ പക്ഷേ അങ്ങനെ വലിയൊരു എതിരാളികൾ പറയാനില്ല. അത്രയും കാത്തിരുന്ന് കിട്ടുന്ന വണ്ടികൾ അധികം നമ്പേഴ്സും ഇല്ലല്ലോ. അത് കുറേ വണ്ടികളൊന്നും അങ്ങനെ കാത്തിരുന്ന് വാങ്ങേണ്ട കാര്യമില്ല. എന്തായാലും LCക്ക് പ്രത്യേകതകളുണ്ട്. ഈ LCയുടെ പ്രത്യേകത അറിഞ്ഞ ആളുകളാണ് വണ്ടി വാങ്ങണം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മെഗാസ്റ്റാർ വാങ്ങിയിട്ട് ബ്ലാക്ക് വണ്ടിയാണ്, അതും GR സ്പോർട്ടാണ്. നമ്മൾ ആദ്യം വിചാരിച്ചു ഈ GR സ്പോർട്ട് കിറ്റ് ആയിരിക്കും, പക്ഷേ അല്ല, അത് പ്രോപ്പർ GR സ്പോർട്ടാണ്. GR സ്പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫ് ലോക്കുകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഫ് റോഡ് കാപ്പബിലിറ്റീസും കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ കളറൊക്കെ GR സ്പോർട്ടിനാണ്, റെഡ് എന്ന് പറയുന്നത്. 2 കളർ തീമിൽ വരുന്നുണ്ട്. ഓക്കെ, ഈ GR സ്പോർട്ടും ഇതിൻ്റെ ZX എന്ന് പറയുന്ന 2 മോഡലും തമ്മിൽ ചെറിയ വില വ്യത്യാസമേ ഉള്ളൂ. ചെറിയ വില വ്യത്യാസം പറയുമ്പോൾ ലക്ഷറി സെഗ്മെൻറ്റിൽ നമുക്കത് വലിയ വ്യത്യാസമാണ്, 10 ലക്ഷം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ ഒരു വില വ്യത്യാസത്തിന് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അഡാപ്റ്റീവ് ഡാമ്പർ പോലുള്ള കാര്യങ്ങൾ, കിറ്റുകൾ അല്ലെങ്കിൽ സീറ്റിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു വർത്ത് ബൈയാണ്. വാങ്ങുകയാണെങ്കിൽ GR സ്പോർട്ട് മേടിക്കുക എന്നുള്ളതായിരിക്കും ലാൻഡ് ക്രൂസർ വാങ്ങുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇത് ഓടിക്കാൻ നല്ല രസമുണ്ട്. സ്പീഡ് എടുക്കുന്നതൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ്. എനിക്ക് ലാഗൊന്നും ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് 10 സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് BMWൻ്റെ ZF8 ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്ര ക്വിക്കൊന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു വീക്ക് പോയിന്റ് ഒക്കെ ഉണ്ട്. എന്നാലും ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു SUV ആണ്. നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കുന്ന ഒരു വണ്ടിയാണ്. അങ്ങനെ നോക്കിയാൽ ഇതിന് ശരിക്കും നല്ല ഡ്രൈവബിലിറ്റി ഉണ്ട്, നല്ല ഫൺ ഫാക്ടർ ഉണ്ട്. കാര്യം കൊടുക്കാണ്.
നൈസായിട്ട് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി എന്നാണ് ലളിതമായിട്ട് പറയാൻ പറ്റുക. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാഡ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിലേ ഒന്നുകൂടി റൗണ്ട് ചെയ്ത കിക്ക് ഫീലൊക്കെ ഒന്ന് കാണിക്കാറുണ്ട്. പക്ഷേ ഈ 3.3 ലിറ്റർ ശരിക്കും കിടന്ന് ഓടിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുറിച്ചാൽ മുറി കൂടുന്ന എഞ്ചിനാണ്, കംപ്ലയിൻസുകളില്ലാണ്ട് കാലാകാലം ഓടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയിൽ നമുക്കറിയാം, അമേരിക്കയിൽ ഇവർക്ക് ലാൻഡ് ക്രൂസർ ഇല്ല, അവിടെ പ്രാഡോ ആണ്. ആ പ്രാഡോയ്ക്ക് 4 സിലിണ്ടർ ഹൈബ്രിഡ് ഉണ്ട്. ഇന്ത്യയിൽ ഒരു എഞ്ചിൻ ഓപ്ഷനെ കൊടുത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഡിഫൻഡർ നോക്കിയാലും ഡിഫൻഡർ 3 ലിറ്റർ വാങ്ങുന്ന ആളുകളൊക്കെ തന്നെ ഡീസലാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഡിഫൻഡർ വാങ്ങുന്ന ആൾക്കാർ 3 ലിറ്റർ ഡീസലാണ് മേടിക്കാം. അതുപോലെ ലാൻഡ് ക്രൂസർ വാങ്ങുന്ന ആൾക്കാർക്ക് ഡീസലായിരിക്കും പ്രിഫറൻസ്. ഈ ഡീസൽ വണ്ടി V6 എന്ന് പറയുന്നത് ഫ്യൂൽ വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു. കാരണം 8-9 കിലോമീറ്ററൊക്കെ എനിക്ക് മൈലേജ് തുടങ്ങിയപ്പോൾ കാണിച്ചായിരുന്നു. ഞാൻ കുറച്ച് അഗ്രസീവായിട്ട് ഓടിച്ചു, അതിൻ്റെ ഒരു കാര്യമുണ്ട്. പിന്നെ വലിയ ഒരു വണ്ടിയായിട്ട് കൂടി വലിയ പ്രശ്നമില്ലാണ്ട് നമുക്കിത് U-ടേൺ എടുക്കാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ കാര്യമായിട്ട് കാണട്ടോ. നല്ല ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്. ഈ സ്റ്റിയറിംഗ് ഷെയർ ചെയ്യുന്നത് ഏറെക്കുറെ ഡിസൈനൊക്കെ നമുക്ക് കാണുന്നത് ഹൈക്രോസ് ഒക്കെ പോലെ തോന്നും. ഇതിൻ്റെ GR സ്പോർട്ടിൻ്റെ ലോഗവും കാര്യങ്ങളൊക്കെ ഒരു പ്രീമിയം ഫീലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രസമുള്ള സ്റ്റിയറിംഗ് ആണ്, ഹോൾഡ് ചെയ്യാനും ചങ്കിയാണ്. ഈ സെൻട്രൽ കൺസോൾ ആണെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരുന്ന് ഓടിക്കുമ്പോൾ ഒരു വലിയ വണ്ടി ഓടിക്കുന്നുള്ള ഫീൽ ഈസിയായിട്ട് കിട്ടും. ഇപ്പോൾ നല്ല റീഡബിളാണ് അതിൻ്റെ ഒരു HUD അഥവാ ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു രാജാവായിട്ട് പോകുന്ന യാത്ര ചെയ്യുന്നൊരു ഫീലുണ്ട്, ഒരു ആനപ്പുറത്തിരിക്കുന്ന ഫീലുണ്ട്. അത് അതിശയോക്തിയൊന്നും ഇല്ലാന്ന് പറയാണ്. അത് റൈഡ് ക്വാളിറ്റി നോക്കിയിട്ട് നമുക്ക് ഏത് മോശം റോഡിലും കണ്ണും അടച്ച് ഓടിച്ച് പോകാമെന്നൊരു കാര്യമായിട്ട് പറയാം. അപ്പോൾ മൊത്തത്തിലൊരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീലല്ല, ഒരു വലിയ വണ്ടിയാണ് ഓടിക്കുന്നത്. ചാടുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ആ സസ്പെൻഷൻ്റെ ഫീൽ. ഞാൻ ലാൻഡ് ക്രൂസർ ആദ്യം ഓടിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു LC 200 ആണെന്ന് തോന്നുന്നു. അത് ഓടിച്ച സമയത്ത് ഞാൻ അതിൻ്റെ റൈഡ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ലെവലിലേക്ക് എന്ന് പറയാൻ പറ്റില്ല, അതിനൊക്കെ ഒത്തിരി കുറവായിട്ട് തോന്നുന്നുണ്ടോ ഈ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് ഈ വണ്ടിയുടെ ഒരു സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫണ്ടിന് വേണ്ടി കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫാക്കിയതായിരിക്കും, മാറ്റം കുറയ്ക്കാൻ വേണ്ടി ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട LC ഏതാണ് എന്ന് പറയണേ. എനിക്ക് ഇപ്പോൾ LC 300 ആണ്, ഇതുവരെ LC 200 ആയിരുന്നു, അല്ലെങ്കിൽ LC 80 എന്നല്ല പറയാം, സീരീസ് 80 എന്നാണ് പറയാം. ആ ഒരു 80 ആയിരുന്നു, 80, 100 ആൻഡ് 200. ഇപ്പോൾ 300ൻ്റെ കൂടെ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാമെന്നുള്ളതാണ്. ലോറി പോകുന്നുണ്ട് തമ്പുരാനെ. ഓക്കെ, ഇത് 1 വേ ആണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരും, അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. ഹോൺ പക്ഷേ വളരെ മീക്കായിട്ടുള്ള ഹോണാണ്, ചെറിയ ഹോണാട്ടോ, അതും പറയാലോ. ഇപ്പോൾ നാവിഗേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീറ്റർ ക്ലസ്റ്ററിൽ കാണുന്നതും വലിയ മീറ്റർ ക്ലസ്റ്റർ ആണെന്നുള്ളതും എല്ലാം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കുറച്ചുകൂടി കൂടുതൽ തരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ലാൻഡ് ക്രൂസറൊക്കെ ഡ്രൈവേഴ്സ് കാറാണ്, ഒരു SUV കാറിൻ്റെ ഡ്രൈവറെ വെച്ച് പിന്നിൽ ഓടിക്കുന്ന വണ്ടികളല്ല, അല്ലെങ്കിൽ വണ്ടിയല്ല. അതൊക്കെ അതിൻ്റെ ഒരു ഗുണമായിട്ട് തന്നെ പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടിക്കുമ്പോൾ ഡ്രൈവേഴ്സ് കാർ ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് ഞാൻ ഓടിക്കുന്നത് ഒരു ഡ്രൈവേഴ്സ് കാറാണെന്നുള്ള ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ, അതും പറയാലോ. ഇതിന് 4 സോൺ AC ഒക്കെ ഉണ്ട്. അപ്പോൾ AC യുടെ കാര്യത്തിലൊന്നും പറയാനില്ല. അപ്പോൾ ജാപ്പനീസ് വണ്ടികളുടെ കാര്യം അങ്ങനെയാണല്ലോ. ഇപ്പോൾ 51 വന്നു എന്ന് പറഞ്ഞു, അവിടുന്ന് പടിപടിയായി ഉയർന്ന് ഇപ്പോൾ 2025 എന്ന് പറയാൻ പറ്റില്ല, 21 ലോഞ്ച് ചെയ്തിട്ട് പുതിയ വേർഷൻ വരാറാകുമ്പോഴേക്കും അടുത്ത വണ്ടി കിട്ടുള്ളൂ. എന്തായാലും ഒരു കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ട് അടുത്തൊരു വേർഷൻ ഇറക്കുന്നുണ്ടാവുള്ളൂ. ഈ വണ്ടി എന്ന് പറയുന്നത് ഇത് കാത്തിരുന്ന് വാങ്ങേണ്ടുന്ന ഒരു വണ്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി മാത്രമല്ല, ഇതിൻ്റെ ഡ്രൈവബിലിറ്റി, ഇതിൻ്റെ ഓഫ് റോഡബിലിറ്റി തന്നെയാണ്. ഇപ്പോൾ ഉയരം കൂടുതലായതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ എടുത്തുകൊണ്ട്, ഇപ്പോൾ അപ്രോച്ച് ആംഗിളാണെങ്കിലും ഡിപ്പാച്ചർ ആംഗിളാണെങ്കിലും ബ്രേക്ക് ഓവർ ആംഗിളാണെങ്കിലും എല്ലാം നല്ലതാണ്. ഇപ്പം നമ്മൾ ഒരു ഓഫ് റോഡ് എന്ന നിലയ്ക്ക് കാണുമ്പോൾ അത് കാണണം, ഫ്രണ്ട് കയറുമ്പോൾ നല്ല ഉയരത്തിലേക്ക് കയറ്റാം, തട്ടാതെ കയറ്റാം, ബാക്ക് ഇറക്കും പ്രശ്നമില്ല. അതൊക്കെയാണ് ഈ ഒരു അപ്രോച്ച് ഡിപ്പാച്ചർ ആംഗിളിൻ്റെ ഗുണങ്ങൾ. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്രേക്ക് ഓവർ ആംഗിൾ എന്ന് പറയുന്നത് അടിതട്ടില്ല. അതായത് മുമ്പത്തെ വണ്ടിക്ക് 10 മില്ലിമീറ്ററോളം കുറവായിരുന്നു കേട്ടോ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടിയിട്ടുണ്ട് കേട്ടോ, അത് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് കാണാം. ഇതോടെ നമ്മുടെ ജിമ്നി ഇറങ്ങും. അപ്പോൾ അത്രേ ഉള്ളൂ, ശരിക്കും ഓടിക്കാൻ രസമുള്ള ഒരു വണ്ടി. അതാണ് ഈ ഒരു ലാൻഡ് ക്രൂസറിൻ്റെ LC 300 എന്ന് പറയുന്നത്. കാത്തിരുന്ന് കിട്ടിയ വണ്ടി, മുറിച്ചാൽ മുറിവിടുന്ന വണ്ടി, കുറേ കാലം കൊണ്ടുനടക്കാവുന്ന, നമ്മുടെ കൂടെ ഏജ് ചെയ്യുന്ന, ജീവിതകാലം മുഴുവൻ യൂസ് ചെയ്യാവുന്ന ഒരു വലിയ SUV, അതാണ് ലാൻഡ് ക്രൂസർ. അപ്പോൾ അത്രേ ഉള്ളൂ, അടുത്തതായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. പിന്നെ വേണ്ട ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ, ഇന്നോവ ഹൈക്രോസിൻ്റെ ഓണേഴ്സ് മാനിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഓണേഴ്സ് മാനിൽ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, അതായത് ഒക്ടേൻ 100 അടിക്കാവുള്ളൂ എന്ന്. അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങളില്ല, കാരണം ഇത് ഡീസലാണ്, ഇത് DPFൻ്റെ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ശരി.